വയനാട് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുത്തില്ല. അതിൽ കുറെ വയനാട് വീട് കേരളത്തിൽ വാഗ്ദാനം ചെയ്ത ഒരാൾ പോലും വെച്ച് കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം സർക്കാരാണ്. അവിടെ വെച്ച് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ ഭൂമി ലഭ്യമാക്കണമായിരുന്നു. സർക്കാർ അവരോട് പൈസ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് 20 ലക്ഷം രൂപ സർക്കാരിന് കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. ഇയാൾ ഒരു കള്ളന്മാരായതുകൊണ്ടല്ലേ നമ്മൾ ഇവന്മാർക്ക് കൊടുക്കുക. അത് നമ്മൾ തന്നെ നേരിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവരെ നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പല ആൾക്കാരും പല മുതലാളിമാരും പറഞ്ഞത് ഞങ്ങൾ നേരിട്ട് ചെയ്യാമെന്ന്. അത് ബോബി ചെമ്മണ്ണൂരും പറഞ്ഞിട്ടുണ്ട്, യൂസഫ് അലിയും പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഒരുപാട് മുതലാളിമാർ പറഞ്ഞിട്ടുണ്ട്. ഒരു 750-850 വീടുകൾ പല ആൾക്കാരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് ഇവരെ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നും അറിയുന്നില്ല. വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ അവരുടെ കൂടെ നിൽക്കണം. അതിന് പകരം പൈസ കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ സഹായിക്കും. പിന്നെ രണ്ടാമത്തെ ആവശ്യം വയനാട്ടിലെ ജനതയ്ക്കാണ്. സർക്കാർ ഞങ്ങൾക്ക് വീട് വെച്ച് തന്നില്ല, ഞങ്ങൾക്ക് അവിടെ വീട് വെച്ച് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടുകാരാണ് പ്രശ്നം ഉണ്ടാകുന്നത്. വല്ലയിടത്തും കിടക്കുന്നവന്മാർ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിനക്കൊക്കെ വേറെ പണിയില്ലെന്നല്ലേ ചോദിക്കാൻ പറ്റൂ. അവിടുത്തെ ജനത പറയട്ടെന്നേ. അവിടുത്തെ ജനതയിൽ ആരാ പറയുന്നത്? ഒരാളും പറയുന്നില്ല. ഞാൻ അവിടെ ചെന്നതാണ്, അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചതാണ്. ഇത് എവിടെ ഏക്കും പൂക്കും ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാത്ത കുറേ അവന്മാർ സോഷ്യൽ മീഡിയ വന്നിരുന്ന് കണകുണ നിങ്ങൾക്ക് കമൻറ്റ് അടിക്കുക. ഇത് കമൻറ്റ് കണ്ടുകൊണ്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ? അതൊന്നും പ്രാക്ടിക്കലി ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതേസമയം കഴമ്പുള്ളൊരു കാര്യം നിങ്ങൾ പറ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാം. ഇപ്പോൾ സർക്കാർ 760 കോടി രൂപ പിരിച്ചു വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ അഖിൽമാരാരുടെ നല്ല ആരോടും അവിടെ വീടിൻ്റെ കാര്യം ചോദിക്കേണ്ട. നിങ്ങൾ ഫസ്റ്റ് സർക്കാരിനോട് ചോദിക്കണം അവിടെ എത്ര രൂപ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 250 കോടി രൂപ പോലും ആവശ്യമില്ല, ബാക്കി 500 കോടി കയ്യിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്കും നമുക്കറിയാവുന്നവർക്കും എല്ലാം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലോ നിന്നോർ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ചോദിച്ചാൽ ഞാൻ നിനക്ക് ഇപ്പോൾ എണ്ണം എടുത്ത് തരും, അവിടെ എല്ലാം പോയി വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ. എന്നിട്ട് പറഞ്ഞാൽ അഖിലേട്ടൻ സഹായിച്ച ആൾക്കാരുടെ എണ്ണം ഇതൊക്കെയാണ് പറയാൻ പറ്റൂ? അത് ചെയ്യത്തുമില്ല, ഞാനിട്ട് പറയത്തുമില്ല, എനിക്കങ്ങനെ അറിയിക്കാൻ വേണ്ട. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ മോദി സാർ ഇവിടെ വന്നിരുന്നു, അപ്പോൾ കാണാൻ പോയിരുന്നോ? എനിക്ക് സുഖമില്ല കിടക്കുമായിരുന്നു. എനിക്ക് മോദിജിയെ വെൽക്കം ചെയ്യാനുള്ള പാസ് വരെ കിട്ടിയതാണ്. പക്ഷേ പനിയായിട്ട് കിടന്നുകൊണ്ട് ഞാൻ അതിൻ്റെ കഫവും കെട്ട് ഇപ്പോഴും എനിക്കൊന്നും മാറിയിട്ടില്ല. ഓക്കെ. അതേപോലെ ഇപ്പോൾ ചേട്ടപ്പോൾ സിനിമ മേഖലയിലാണെങ്കിലും നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഇപ്പോൾ ഇവിടെ വിജയിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ വളരെ പൊതുവെ കുറവാണ്. ഞാൻ അങ്ങനെ അത്ര സജീവമായിട്ട് നിൽക്കുന്ന ആളൊന്നുമല്ല. എനിക്കൊരു സിനിമ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിക്ക് സിനിമ ചെയ്യാൻ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. നല്ലൊരു സബ്ജക്റ്റ് വന്നു, ഇത് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിനൊരു തോന്നൽ വരുമല്ലോ. അങ്ങനെ വല്ലതും വന്നാൽ ചെയ്യും. അല്ലാതെ പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി മത്സരിച്ച് ജയിച്ചിട്ട് സിനിമയുടെ പുറകെ നടക്കുക എന്നുള്ളതല്ലോ എൻ്റെ ലോജിക്കലി ശരി. അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് ഒരു ചേട്ടൻ ഇവിടെ തൃക്കാക്കരയിൽ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ട് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ കമൻറ്റ് കണ്ടിരുന്നു, അഖിൽമാരാർ ജയിച്ചു കഴിഞ്ഞാൽ ലുലുമാളി കൂടെ ഇല്ലാണ്ട് ഓടും എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടിരുന്നു. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്ത് തോന്നി? എൻ്റെ നാട്ടിൽ ഉള്ള പേര് ഞാൻ പറയുന്നതിൽ ഒരു കക്ഷിയുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോകുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഹരവാണ് ഈ പെൺകുട്ടികളെ നോക്കിക്കൊണ്ട്. അങ്ങനെ ചിലപ്പോൾ നാട്ടുകാരൊക്കെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഇവന് ഒരു ഉത്സവപ്പറമ്പിൽ പോയി ഇത് പരസ്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ ചെയ്യുന്നൊരു പണിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവനിത് പോയി ചെയ്യാം. അപ്പോൾ ഈ മനോരോഗികളെ സംബന്ധിച്ച് ഇവനിത് ചെയ്യണം. അപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ കാണിക്കാമല്ലോ. അപ്പോൾ ഇവൻ്റെ ഈ സാധനം നാട്ടുകാരെ കാണിക്കാനുള്ള ഈ മനോരോഗിയുടെ ഒരു അമിതമായ താല്പര്യത്തിന് അവൻ എൻ്റെ പേര് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്തരം മനോരോഗികൾക്ക് ഇത് കാണിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തോറ്റുവരാം. ചിലപ്പോൾ ഞാൻ ജയിച്ചാൽ ഇവനത് കാണിക്കും. ഈ ക്രൂരത ജനം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ തോറ്റുവരാം. എല്ലാവിധ വിജയാശംസകളും. വോട്ട് ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ നല്ലതും പറഞ്ഞ രീതിയിൽ പല കഴിഞ്ഞ 3 വർഷമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിച്ച സംഗീത. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങൾ സംഗീതമാണ് വിളിക്കുന്നത്. എന്താ പിന്നെ എന്നെ കൊങ്ങിന്ന് വിളിക്കാതെ എല്ലാവരും സംഗീതം വിളിക്കുന്നത് കഴിഞ്ഞ 3 വർഷം കൊണ്ട്? ബിജെപിയിലേക്ക് വന്ന സമയത്താണ്. അതിപ്പോഴാണ്. ബിജെപിയിൽ ഞാൻ വന്നിട്ടില്ല. ഞാൻ 2020 വരുന്നു. NDAയുടെ മുന്നണിയുടെ ഭാഗമാണ്. ഇനി ഞാൻ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം പറയുന്നു. ഇതിലേക്ക് വന്നപ്പോഴാണ് കൂടുതൽ ആൾക്കാർ പറഞ്ഞ ഉറച്ച് നിലപാടില്ലാത്തൊരു വ്യക്തിയാണ്. 3 വർഷം കൊണ്ട് സംഗീതം വിളിച്ച് ഞാൻ